ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കണ്ണാടി നോക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം നമ്മുടെ മുഖം നമ്മൾ ഏറെ സ്നേഹിക്കുന്ന, എപ്പോഴും മിനുക്കി വെക്കാനും ഭംഗിയിൽ കൊണ്ടു നടക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ മുഖം നമ്മൾ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. അതൊരു കണ്ണാടിയുടെ സഹായത്തോടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള നാം ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെയാണ്, അക്കോർഡിംഗ് ടു യുവർ സൈക്കോളജി യു ആർ ലൈക്ക് ദിസ് എന്ന്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു സയൻസും, എസ്പെഷ്യലി സൈക്കോളജി, അത് പൂർണ്ണമാണെന്ന്. അതിൽ പലതും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നല്ലാതെ എങ്ങനെയാവണം, അങ്ങനെ ആവാൻ എന്ത് ചെയ്യണം എന്നത് തരാത്തതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ബി.എഡിനൊക്കെ സൈക്കോളജി പഠിക്കുമ്പോൾ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്നൊരു സംഭവം തരും. അത് ടെക്സ്റ്റിലൊന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എഴുതി ചേർക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആരും ഹേർട്ട് ചെയ്യണ തരത്തിൽ ജഡ്ജ്മെൻ്റൽ ആവാതിരിക്കുക. നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാവാം. +2 കോൺവെക്സ് മിററായിരുന്നു എനിക്ക് പ്രാക്ടിക്കലിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഇമേജൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മെഷർമെൻറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ മുഖം പോലും പല കണ്ണാടിയിലും പല തരത്തിലാണ് കാണാം. ചിലതിൽ നല്ല ഭംഗിയിൽ സുന്ദരിയൊക്കെ ആയിട്ട് കാണുമെങ്കിൽ ചിലതിൽ തോന്നും ഒന്ന് ഫേഷ്യൽ ചെയ്യേണ്ടി വരും അർജൻറ്റായിട്ട്, കാരണം അത്രയും വിയേർഡായിട്ട് കാണാറുണ്ട്. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്നല്ലേ ചൊല്ല്. അതുകൊണ്ട് ആളുകളുടെ മനസ്സിലേക്കൊന്ന് ആഴത്തിൽ നോക്കൂ. നിങ്ങൾ ഉദ്ദേശിച്ചത്ര നെഗറ്റീവ് ഒന്നും ആയിരിക്കില്ല അയാൾ.